മൈ നെയിം ഇസ് യശ്വരും ഐ ആം ഫ്രം ഫാറ്റ്. ഇതൊരു ഫാക്ടറി ബോയിലറിൻ്റെ ബർണർ സെറ്റാണ്. ഈ ബോയിലറിൻ്റെ ഫ്യൂല് ഡീസലാണ്. നമ്മൾ ബോയിലറിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത് നമ്മൾ ആറ്റമൈസേഷൻ പഠിക്കുന്നുണ്ട്. നമ്മൾ പഠിക്കുന്നതിലത് ആരും തന്നെ നേരിട്ട് ആറ്റമൈസേഷൻ കണ്ടിട്ടില്ല. ഞാൻ എന്താണ് ആറ്റമൈസേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ബോയിലറിൽ ഡീസൽ ഇന്ധനം ആറ്റമൈസേഷൻ ചെയ്യുന്നത് എന്നത് ലിക്വിഡ് ഫ്യൂവലിനെ വളരെ ചെറിയ തുള്ളികളായി വിഭജിക്കുന്ന പ്രക്രിയയാണ്. ഇതിലൂടെ കാര്യക്ഷമത കൂടുതലാവുകയും ചെയ്യുന്നു. ഇതിലൂടെ പൂർണ്ണമായി കത്തിക്കാതെ പോകുന്ന ഇന്ധനം കുറയുകയും ഹെവി എമിഷൻ നിയന്ത്രിക്കപ്പെടുകയും ചെയ്യുന്നു. ഇത് സാധാരണയായി ഉയർന്ന മർദ്ദം ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്റ്റീം അല്ലെങ്കിൽ എയർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതാണ് ഇതിൻ്റെ ബർണർ ടിപ്പ്. ഇവിടെ നിന്നാണ് ഡീസൽ സ്പ്രേ ചെയ്ത് പുറത്തേക്ക് വരുന്നത്. ഇത് ആക്ച്വലി നമ്മുടെ വീട്ടിലെ പണ്ടത്തെ കെറോസിൻ സ്റ്റൗവിൻ്റെ ബർണർ ടിപ്പ് പോലത്തെയാണ്. അതുപോലെ ഡീസൽ ഇവിടെ ഈ എൻഡിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. ആ സമയത്ത് നമ്മളിവിടെ സ്പാർക്ക് കൊടുക്കുന്നു. ഈ സ്പാർക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വീട്ടിൽ ഗ്യാസിൻ്റെ LPG സ്റ്റൗവിൻ്റെ നമ്മൾ നോബ് തിരിക്കുന്നു. ഗ്യാസ് നമ്മൾ ബർണർ ടിപ്പിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. നമ്മൾ ആ സമയത്ത് സ്പാർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഗ്യാസ് കത്തുന്നു. സെയിം മെത്തേഡ് എവിടെയാണ് സംഭവിക്കുന്നത്. ഇതിന് നമ്മൾ ഫയർ ട്രയാങ്കിൾ എന്നും പറയുന്നുണ്ട്. കാരണം ഇത് കത്തണമെങ്കിൽ 3 ഘടകങ്ങൾ വേണം. 1 ഫ്യൂല് വേണം, 2 ഇഗ്നീഷൻ വേണം, 3 ഓക്സിജൻ വേണം. അതുപോലെ തന്നെ ഇതിൻ്റെ നല്ലൊരു കത്തണമെങ്കിൽ നമ്മൾ FD ഫാനിൻ്റെ എയർ വേണം. ഇതിന് എയർ ബ്ലോവർ ഉണ്ട്. അത് നമ്മൾ പറയുന്നത് FD ഫാൻ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ വീടിന് പുറത്ത് അടുപ്പ് കൂട്ടി നമ്മൾ പാചകം ചെയ്യുമ്പോൾ നമ്മൾ ഒരു പൈപ്പ് എടുത്ത് നല്ല രീതിയിൽ എയർ നമ്മൾ ആ തീയിലേക്ക് ഊതും. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ കമ്പസ്റ്റൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ ഈ ബോയിലറിന് ഇതുപോലെ നല്ല രീതിയിൽ ഫയർ ആവുന്നതിന് വേണ്ടിയിട്ട് എയർ ബ്ലോവർ ഉണ്ട്. അത് നമ്മൾ FD ഫാൻ എന്നാണ് പറയുന്നത്. നമുക്കിതിൻ്റെ സ്പാർക്ക് എങ്ങനെ തന്നെയാണ് നമുക്ക് നോക്കാം. നമ്മൾ നോക്കിക്കോളൂ, സ്പാർക്ക് കാണാൻ പറ്റും. ഇതാണ് സ്പാർക്ക് വരുന്നത്. ഡീസൽ ഈ ബർണർ ടിപ്പിൽ നിന്ന് സ്പ്രേ ചെയ്ത് പുറത്ത് വരുമ്പോൾ ഓപ്പറേറ്റർ സ്പാർക്ക് കൊടുക്കുന്നു, ഡീസൽ ഫയറിംഗ് ആവുന്നു. അടുത്ത സ്റ്റെപ്പ് നമുക്ക് എങ്ങനെ ഇതിൻ്റെ ആറ്റമൈസേഷൻ നടക്കാൻ നോക്കാം. ഇതാണ് ഇതിൻ്റെ ആറ്റമൈസേഷൻ നടക്കുന്നത്. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഡീസൽ സ്പ്രേ ചെയ്ത് പുറത്തേക്ക് വരുന്നത്. ഇതിനാണ് നമ്മൾ ആറ്റമൈസേഷൻ എന്ന് പറയുന്നത്. ഈ സമയത്ത് നമ്മളിവിടെ LP സ്പാർക്ക് കൊടുക്കുന്നു, ഡീസൽ ഫയറിംഗ് ആവുന്നു. അടുത്ത സ്റ്റെപ്പ് നമുക്ക് ഈ കമ്പസ്റ്റൻ ചേമ്പറിൽ ഡീസൽ എങ്ങനെ ഫയറിംഗ് ആവണമെന്ന് നോക്കാം. ഇത് കാണാൻ സാധിക്കും ഡീസൽ കത്തുന്നത്. ഇങ്ങനെയാണ് കമ്പസ്റ്റൻ ചേമ്പറിൽ ഡീസൽ കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതിൻ്റെ ഫോട്ടോ നിങ്ങളെ കാണിച്ചു തരാം. വേറൊരു ഫോട്ടോ കാണിച്ചു തരാം. ഇതാണ് കമ്പസ്റ്റൻ ചേമ്പറിൽ ഫ്യൂല് കത്തുന്നതിൻ്റെ ഒരു ഫോട്ടോയിൽ കാണുന്നത്. ഇതാണ് കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ഉള്ളിലുള്ള ഫ്ലെയിം. ഈ ഫ്ലെയിം കത്തുന്നതിന് ശേഷമുള്ള ചൂടുള്ള പുകയാണ് ഈ ബോയിലിൻ്റെ ഉള്ളിലുള്ള ട്യൂബ് വഴി പാസ് ചെയ്ത് പുറത്തേക്ക് ചിമ്മിഴി വഴി പോകുന്നത്. ഇതിൻ്റെ ബോയിലിൻ്റെ ബാക്ക് സൈഡിലുള്ള ഫ്ലെയിം നിങ്ങൾ കാണിച്ചു തരാം. കമ്പസ്റ്റൻ ചേമ്പറിൻ്റെ ബാക്കിൽ നോക്കാനുള്ള കാഴ്ച എങ്ങനെയാണ് വരുന്നത്. ആ ഡീസൽ കത്തുന്നതാണ് നിങ്ങൾ കാണുന്നത്. ആ ചേമ്പറിനുള്ള ഡീസൽ കത്തുന്ന ആണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ, താങ്ക് യു.